ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ആദ്യമായി ഇന്ന് 25ാമത് ഓർമ്മ ആഘോഷിക്കുന്ന അഭിമന്യ ദിയസ്കോറോസ് തിരുമേനിയും അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ അഭിമാനമായിരുന്ന ബഹുമാനപ്പെട്ട ഇന്നലെ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ അഭിമന്യനായ TJ ജോഷുവ അച്ഛൻ്റെയും പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ, ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ്സുകൾ നമിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 25ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുക. ഓരോ ഓർമ്മ പെരുന്നാളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ അത് നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ആരുടെ ഓർമ്മയെ നമ്മൾ ആഘോഷിക്കുന്നുവോ ആ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴികളെ, അവരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ട് ആവാഹിക്കുവാൻ പറ്റിയില്ല എങ്കിലും അതിലെ നന്മകളുടെ എന്തെങ്കിലും ഒരു അംശം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരവസരമാണ് ഓരോ ഓർമ്മ പെരുന്നാളും. ഇന്ന് 25ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അഭിമന്യനായ ദിയസ്കോറോസ് തിരുമേനിയെപ്പറ്റി, ഈ സഭയുടെ സ്വതീയഭാവപ്പെട്ട സത്യവിശ്വാസത്തിനു വേണ്ടി ജീവിച്ചു മരിച്ച ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ആ പുണ്യവാനെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിക്ക് കഴിയുന്നു എങ്കിൽ തീർച്ചയായും അതാണ് ദൈവസന്നിധിയിൽ തീർച്ചയായും ആ പിതാവിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനി ഏറ്റവും അനുഗ്രഹപ്രദമായി തൻ്റെ മുൻഗാമിയുടെ ഓർമ്മ ഏറ്റവും അനുചിതമായി ഇവിടെ ആഘോഷിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സെൻട്രലിലും ആഘോഷിക്കുന്നു. അങ്ങനെ അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി ഈ ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്ത എന്ന നിലയിൽ ഈ ഭദ്രാസനത്തിനും സഭയ്ക്കും ചെയ്തു തന്നിട്ടുള്ള സേവനങ്ങളെ പുതിയ തലമുറയ്ക്ക്, 25 വർഷത്തിനുള്ളിൽ ജീവിച്ചിരിക്കുന്നതായ ഒരു തലമുറയ്ക്ക്, വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കൃത്യമായ വീക്ഷണം കാണിച്ച അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനിയെ പ്രത്യേകമായി ഒന്ന് ശ്ലാഘിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിതാക്കന്മാരെ സ്മരിക്കേണ്ടത് നമ്മുടെ കടമയും അവകാശവുമാണ്. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് പൂർവ്വപിതാക്കന്മാരെ ഓർക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അവയിൽ കാലിക പ്രസക്തമെന്ന് ഞാൻ കരുതുന്നത് പൂർവ്വപിതാക്കന്മാരുടെ ജീവിതവും വിശ്വാസവും അവർ നമുക്ക് ആത്മീയ പാഠനങ്ങളായും പ്രചോദനമായും അവരുടെ ജീവിതത്തിൽ കൂടി നൽകുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടതായ ആകുലതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെ അവർ ദൈവസന്നിധിയിൽ നിന്ന് എങ്ങനെയാണ് മറുപടി കണ്ടെത്തി എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർത്തുവാനുമുള്ള ഒരവസരമാണ് ഓർമ്മ പെരുന്നാളുകൾ. കൂടാതെ അവരുടെ ആദർശവും അവരുടെ ത്യാഗവും അവരുടെ വിശ്വാസ തീവ്രതയും അവർ ദാനമായി നൽകുവാനുള്ള അവരുടെ ഒരു പ്രത്യേകമായ കഴിവും കൃപയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും ഈ ഓർമ്മ പെരുന്നാളിൽ കൂടെ നമുക്ക് സാധിക്കണം. ഇന്ന് നാം സ്മരിക്കുന്ന അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി ഉണർവോടും ജാഗ്രതയോടും കൂടി ദൈവമേൽപ്പിച്ചതായ താലന്തുകളെ വ്യാപാരം ചെയ്ത ഒരു മഹാപുരോഹിതനായിരുന്നു. തൻ്റെ രചനകളിലൂടെയും പ്രഭാഷണങ്ങൾ കൂടെയും അത് എന്ത് മൂല്യങ്ങളാണോ ഉദ്ഘോഷിച്ചത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നതിലും അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഗാന്ധിജിയുടെ വാക്കുകൾ ഈ പിതാവിനെ സംബന്ധിച്ചും ഏറ്റവും അർത്ഥവത്താകുന്ന സംഗതിയാണ്. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം എന്താണോ തൻ്റെ പ്രസംഗത്തിൽ കൂടി, തൻ്റെ രചനകൾ കൂടി, തൻ്റെ ജീവിതത്തിൽ കൂടി അദ്ദേഹം എന്താണോ അദ്ദേഹം പറഞ്ഞത് അത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ളതായ ദൂരം ഒട്ടുമില്ലായിരുന്നു. ഇന്ന് പലയിടത്തും സംഭവിക്കുന്ന ചുതി മൂല്യച്യുതി എന്നാണെന്ന് ചോദിച്ചാൽ, പലരുടെയും പ്രസംഗം കേട്ടാൽ സാക്ഷാൽ ബേത്ലഹേമിലെ കാലിത്തോട്ടിൽ പെടുന്ന ഉണ്ണിയേശു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് അങ്ങനെ ഒഴുകിയുള്ള പ്രസംഗങ്ങൾ നമ്മുടെ മുമ്പിൽ കാണും. അതിനുശേഷം താഴോട്ടിറങ്ങി അവരുടെ പ്രവർത്തനം കണ്ടാലോ, ദൈവമേ ഇവരാണോ ഇച്ചിരി മുമ്പ് ഈ യേശുവിനെ സാക്ഷ്യമായി പറഞ്ഞത് എന്ന് അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെയാണ് ദിയസ്കോറോസ് തിരുമേനി വേറിട്ടവരാവുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ദൂരം ഒട്ടുമില്ലായിരുന്നു.
പറയുന്നത് പ്രവർത്തിക്കാനും പ്രവർത്തിക്കുന്നത് പറയുവാനും ആ പിതാവ് ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ 25ാം ഓർമ്മ പെരുന്നാളിൽ പുതിയ തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്. ഒരു പുരോഹിതന്റെ ജീവിതം എന്ന് പറയുന്നത് തീക്കെടുത്തതാണ്. ഉണർവോടെയും ജാഗ്രതയോടെയും ദൈവം നൽകിയതായ താലന്തുകളെ വ്യാപാരം ചെയ്ത് സഭയ്ക്കായി വർദ്ധിപ്പിക്കുന്ന മഹത് ജീവിതമാണ് ഒരു പുരോഹിതൻ്റേത്. ദൈവം നൽകിയതായ താലന്തുകളെ ഉണർവോടെയും ജാഗ്രതയോടെയും വർദ്ധിപ്പിച്ചില്ല എങ്കിൽ പൗരോഹിത്യം പുരോഹിതനെ ന്യായം വിധിക്കും. മാർ ദിയസ്കോറോസ് തിരുമേനി തൻ്റെ ശ്രേഷ്ഠമായ ജീവിതം കൊണ്ട് ഒരു പുരോഹിതനിൽ നിക്ഷിപ്തമായ രാജകീയ ധർമ്മവും പ്രവാചക ധർമ്മവും ആചാര്യധർമ്മവും ശ്രേഷ്ഠമായി നിറവേറ്റി. ഒരു മേൽപ്പട്ടക്കാരൻ്റെ രാജകീയ ദൗത്യമെന്നാൽ രാജാവിനടുത്തതായ സുഖലോലിതയിൽ ആർഭാടത്തിൽ വാഴുന്നതല്ല, മറിച്ച് പ്രജാതൽപരനായി തന്നെ ഏൽപ്പിച്ചതായ ആടുകളെ വിശ്വസ്തയോടെ പരിലാളിക്കുന്നതിൽ രാജാവിനെ പോലെ നാടിനെയും സഭയെയും വിശ്വാസികളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി ജീവിതം നയിക്കുന്നവനാണ് യഥാർത്ഥ പുരോഹിതൻ. ദൈവസ്നേഹം ലോകത്തിന് പകർന്ന രാജാക്കന്മാരാണ് യഥാർത്ഥത്തിൽ മഹാപുരോഹിതന്മാർ. ഒരു മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. വിശ്വാസിക്ക് അത് ബോധ്യം വരുന്നത് ആ പിതാവിലൂടെ ദൈവസ്നേഹം പോലെ നിസ്വാർത്ഥവും നിഷ്കപടവുമായ ആത്മാർത്ഥമായ സ്നേഹത്തെ രുചിച്ചറിയുമ്പോഴാണ്. തൻ്റെ ശ്രേഷ്ഠമായ പൗരോഹിത ജീവിതത്തിലൂടെ കലവറയില്ലാത്ത ദൈവസ്നേഹത്തെ വിളമ്പി വിശ്വാസമുള്ള മനസ്സിൽ രാജതുല്യമായ ചിരപ്രതിഷ്ഠ നേടിയ ആത്മീയ പിതാവായിരുന്നു അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി. ഈ ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്ത, സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം, പരിമല സെമിനാരിയുടെ കൗൺസിൽ അംഗം, നിരവധി ചുമതലകൾ സഭയെ അദ്ദേഹം ഏൽപ്പിച്ചപ്പോൾ മുഖം നോക്കാതെ ജനപ്രിയതയ്ക്ക് വേണ്ടി കയ്യടിക്ക് വേണ്ടിയല്ല, മറിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി സുദീവപ്പെട്ട സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിലപാടുകൾ എടുത്ത ഒരു പിതാവാണ് അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി. അഭിമന്യ ഗബ്രിയേൽ തിരുമനസ്സുകൊണ്ട് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ ഒരു പിതാവാണ് അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി. ഞാനത് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവർ, മധ്യ തിരുവിതാംകൂറിൽ പത്തനംതിട്ടയിലോ കോഴഞ്ചേരിയിലോ തിരുവല്ലായിലോ അല്ലെങ്കിൽ ചെങ്ങന്നൂരോ മാവേലിക്കരയൊക്കെയുള്ള നസ്രാണികളുടെ ഇടയിലെ അന്ധകാലത്തുള്ള പ്രശസ്തമായ ഒരു കുടുംബമാണ്, കുലീനമായ ഒരു കുടുംബമാണ് തേവറവിൽ കുടുംബം. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഒരു കുടുംബ മഹിമയും കുലീനതയും സമ്പത്തുമൊക്കെ ഉള്ളതായ ഒരു പാരമ്പര്യം. അവിടെ നിന്ന് അന്ധകാലത്ത് ഒരു സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറിയായി നിയോഗിതനാവുന്നു. ആ ജോലിയിൽ തിളങ്ങുമ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ചുമതലയിൽ റിസർവ് ബാങ്കിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി, കോഴ്സിന് വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു. കോഴഞ്ചേരി പൗരാവലിയിൽ, കോഴഞ്ചേരിയിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, ആറന്മുളയിൽ നിന്ന് അങ്ങനെ ഒരാൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കോഴഞ്ചേരി പൗരാവലി അദ്ദേഹത്തിന് വലിയ യാത്രയപ്പ് നൽകി അദ്ദേഹത്തെ അതിനു വേണ്ടി വിടുന്നു. ആ റിസർവ് ബാങ്കിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ, ഉന്നത ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ബാങ്ക് ലെവലിലുള്ള ധനകാര്യ വകുപ്പോ ഇന്നത്തെ ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി വരെയൊക്കെ ആകാവുന്ന തലത്തിലുള്ള വലിയ പോസ്റ്റുകളിലേക്ക് അന്നകാലത്ത് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാകുന്ന പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന് നിയമനം ലഭിക്കുമ്പോൾ അവിടെ ചെന്ന് മനസ്സസ്വസ്ഥനായി തൻ്റെ നിയോഗം, തൻ്റെ വിളി എന്നാണ് എന്ന് കൃത്യമായ തിരിച്ചറിവോടുകൂടി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും വിമർശനങ്ങളല്ല, തൻ്റെ നിയോഗം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ നിയോഗത്തിനനുസരിച്ച് വൈദിക സെമിനാരിയിൽ ചേർന്ന് സഭയുടെ ശുശ്രൂഷ കൃത്യമായി നിർവഹിക്കുവാൻ തക്കവണ്ണം നിയോഗങ്ങളെ തിരിച്ചറിയുക മാത്രമല്ല, തിരിച്ചറിഞ്ഞ നിയോഗങ്ങളെ പ്രാവർത്തികമാക്കിയ ഒരു മഹാപുരോഹിതനായിരുന്നു അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി. ഇന്ന് റോൾ മോഡലുകളാണ് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യം. പ്രിയമുള്ളവരെ, അഭിമാനത്തോടെ നമുക്ക് പറയാം, ദിയസ്കോറോസ് തിരുമേനി ഒരു റോൾ മോഡലായിരുന്നു. നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തലമുറകൾക്ക് മുമ്പിൽ കൃത്യമായ ചിത്രം വരച്ചു വെച്ചിട്ട് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് പോയി. നിരവധി കാര്യങ്ങൾ പറയുവാൻ ഞാൻ കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, സമയം അനുവദിക്കുന്നില്ല. നിങ്ങളുടെ ഈ പ്രായമുള്ളവരുടെ വിശപ്പിൻ്റെ വിളിയൊക്കെ എനിക്ക് മനസ്സിലാകും തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ നിർബന്ധിതനാകുകയാണ്. ആ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ പിതാവ് സഭയ്ക്ക് ചെയ്ത നന്മകൾ, ഈ ഭദ്രാസനത്തിന് ചെയ്ത നന്മകൾ, സഭ അദ്ദേഹത്തെ ഇവിടെ ഏൽപ്പിക്കുമ്പോൾ തിരുവനന്തപുരത്ത് എന്തുണ്ടായിരുന്നു?
തീർച്ചയായും തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന എല്ലാ സമ്പാദ്യങ്ങളുടെയും സമ്പത്തുകളുടെയും സഭയുടെ ആത്മീയവും ലൗകികവുമായ വളർച്ചയുടെയും പിന്നിൽ ദിയസ്കോറോസ് തിരുമേനി നടത്തിയിട്ടുള്ള സമർപ്പണത്തോടു കൂടിയുള്ള ശുശ്രൂഷയെ നന്ദിയോടുകൂടി മാത്രമേ ധരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അദ്ദേഹത്തെ കാലത്തിന് മുമ്പേ നടന്ന ഒരു പിതാവെന്ന് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഭയുടെ ആവശ്യങ്ങൾ എന്താണ്, തിരുവനന്തപുരത്ത് എന്താണ് ആവശ്യങ്ങളെന്ന് കൃത്യമായി മനസ്സിലാക്കി, സഭയുടെ ദർശനങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി, ആത്മീയ രംഗത്തും ലൗകിക രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ആശ്രമങ്ങൾ, മഠങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും, ഇന്ന് നമുക്കറിയാം എല്ലാവരും പ്രസംഗിക്കും, ഉള്ളത് വിറ്റൊക്കെ ദരിദ്രർക്ക് കൊടുത്തേര്, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്ന് നമ്മളോട് പറയും. പക്ഷേ ഒരു മെത്രാപോലീത്ത പ്രസംഗിക്കുക മാത്രമല്ല പറയുകയും ചെയ്യുന്നത്, പ്രസംഗിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കി തനിക്ക് കുടുംബസ്വത്തായി കിട്ടിയ മുഴുവൻ സ്വത്തുക്കളും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി സമർപ്പിച്ച മാതൃകാ പുരുഷനായിരുന്നു. അതുകൊണ്ടാണ് കാലത്തിന് മുമ്പേ നടന്നൊരു പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത എവിടെയായിരുന്നാലും പൊതുപ്രസംഗത്ത് പ്രവർത്തിക്കുവാനും പൊതുരംഗത്തുള്ളവരെ കൂട്ടിച്ചേർത്ത് നിർത്താനും അഭിമന്യ തിരുമേനി ഏറെ ശ്രദ്ധിച്ചു. 1978 നവംബർ മാസത്തിൽ ബോംബെയിൽ വെച്ച് അദ്ദേഹത്തിന് നൽകിയതായ ഒരു സ്വീകരണത്തിൽ അന്നത്തെ പ്രവാസികളോട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതായ ഒരു വാചകം മാത്രം ഇപ്പോൾ ഏറെ പ്രസക്തമുള്ളത് കൊണ്ട് ഞാനതൊന്ന് കൂട്ടിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം തന്നെ മറുപടി പ്രസംഗത്തിൽ ബോംബെയിലെ അന്നത്തെ കാലത്ത് നമുക്കറിയാം, ബോംബെയിൽ ഇന്ന് കാണുന്ന ദേവാലയങ്ങളൊന്നുമില്ല. ഉള്ള ദേവാലയങ്ങളും നമ്മുടെ ആളുകൾ ബോംബെയിലേക്ക് കുടിയേറ്റം നടത്തി അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ബോംബെയിലെ നിവാസികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്: കേരളത്തിലേക്ക് മടങ്ങുവാൻ നിങ്ങൾ തിടുക്കം കൂട്ടരുത് മക്കളെ, ഇവിടെ തുടരുക, നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക, സമാധാനപരമായ ഒരു ജീവിതം ആസ്വദിക്കുക, ശക്തമായ ഒരു സഭയെ നിങ്ങൾ ഇവിടെ കെട്ടിപ്പടുക്കുക. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ്, നിങ്ങൾ കേരളത്തിലേക്ക് മടങ്ങുവാൻ ഇപ്പോൾ തിടുക്കം കൂട്ടരുത്, ഇവിടെ തുടരുക, നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക, സമാധാനപരമായ ഒരു ജീവിതം ആസ്വദിക്കുക, ശക്തമായ ഒരു സഭയെ നിങ്ങൾ ഇവിടെ കെട്ടിപ്പടുക്കുക. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഉപദേശം ഉത്തരേന്ത്യയിൽ ഇന്ന് ബോംബെയിൽ കേരളത്തെ പോലെ തന്നെയോ കേരളത്തിനോട് തുല്യമായി തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമായോ നിരവധി ദേവാലയങ്ങൾ ബോംബെയിൽ വന്നുവെങ്കിൽ ആ പിതാവിൻ്റെ ദീർഘദർശനം, പ്രവചനം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാകുമോ? ഇന്ന് കുടിയേറ്റങ്ങൾ നടക്കുക, മൈഗ്രേഷൻ നടക്കുന്നതായ സമയമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറ മൈഗ്രേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ആശങ്കയുണ്ട് എങ്കിൽ പോലും അവർ എവിടെയായിരിക്കുന്നു അവിടെയൊക്കെ സഭയുടെ സ്തുതിയുവാപ്പെട്ട സത്യവിശ്വാസത്തിൽ തലമുറകളെ ഉറപ്പിച്ചു നിർത്തുവാൻ തക്കവണ്ണം ദേവാലയങ്ങൾ സ്ഥാപിക്കുവാനും സഭ ശക്തിപ്പെടുത്തുവാനും ഓരോ കടമയും നമ്മുടെ തലമുറകൾക്കുണ്ട് എന്ന് അഭിമന്യ ദിയസ്കോറോസ് തിരുമേനിയുടെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ ഉറച്ചായി വിശ്വസിക്കുന്നു. നിരവധി സ്ഥാപനങ്ങൾ ഒത്തിരി ലിസ്റ്റ് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, സമയം ഏറെ കഴിഞ്ഞു പോയിരിക്കുന്നു. മാത്യൂസ് തിതിയൻ ബാബ തിരുമനസ്സുകൊണ്ട്, ഏഞ്ചൽ ബാബ തിരുമനസ്സുകൊണ്ട് ദിയസ്കോറോസ് തിരുമേനിയെ ഓർത്ത് പരാമർശിച്ച ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രാർത്ഥനയുടെ കരുത്തിൽ ജീവിക്കുകയും സമൂഹത്തിന് ചൈതന്യം പകരുകയും ചെയ്തിരുന്ന ഈ മഹത് വ്യക്തി വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിരുന്നു. പ്രാർത്ഥനയുടെ കരുത്തിൽ ജീവിക്കുകയും സമൂഹത്തിന് ചൈതന്യം പകരുകയും ചെയ്തിരുന്ന ഈ മഹത് വ്യക്തി വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിരുന്നു എന്ന് മാത്യൂസ് തിതിയൻ ബാബ ദിയസ്കോറോസ് തിരുമേനിയെ അനുസ്മരിച്ചിരിക്കുന്നു. തീർച്ചയായും ദൈവമേൽപ്പിച്ച താലന്തുകളെ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ച ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആ പിതാവിൻ്റെ ദീപ്തമായ ഓർമ്മ തലമുറകൾക്ക് അനുഗ്രഹമാകട്ടെ. വെടിപ്പുള്ള ആചാര്യന്മാരുടെ കൂട്ടത്തിൽ ദൈവമേ അങ്ങയെ കാണുവാൻ ബലഹീനരാകുന്ന ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പുണ്യാത്മാവിൻ്റെ മധ്യസ്ഥ ഓർമ്മ നമുക്കും നമ്മുടെ ഭദ്രാസനത്തിനും സഭയ്ക്കും തലമുറകൾക്കും കൂട്ടും കോട്ടയും വഴിയായിട്ടുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ അവസരം തന്ന ഇടവമെത്രാപ്പോലീത്ത തിരുമനസിന്റെ വലിയ മനസ്സിന് പ്രത്യേകമായ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ബലഹീനായ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.